അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം സങ്കീർണമാവുകയാണ് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സുപ്രീം കോടതി ആം ആദ്മി പാർട്ടിയുടെ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ പോകുന്നു. അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോടതി പരിസരത്ത്. പക്ഷേ ഒന്നും രണ്ടും മൂന്നുമല്ല, അവിടെ കൂടുകയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ. പ്രതിഷേധവുമായി കോടതി പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പ് പോലീസ് നേരത്തെ നൽകി. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ തന്നെ മുദ്രാവാക്യം വിളികളുമായി ആ പരിസരത്തേക്ക് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഒഴുക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് അവരെ നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു, അതിന്റെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വാഹനം ഒരുക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത് ആളുകളെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി പോലീസ് തയ്യാറെടുത്തു കഴിഞ്ഞു. അവിടെ പ്രതിഷേധത്തിനായി എത്തിയിരിക്കുന്ന ആം ആദ്മി പാർട്ടി പ്രവർത്തകരിലെ സ്ത്രീകളായ പ്രവർത്തകരെ ഇപ്പോൾ അവർ വാഹനത്തിലേക്ക് കയറ്റുന്നു. പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഏതായാലും സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭരണ പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നത് സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യവും രാജ്യ തലസ്ഥാനത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിശക്തമായ ഒരു പ്രതിഷേധത്തിന് പാർട്ടികൾ തയ്യാറാകുന്നു. CBI സംഘം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഉള്ളത് ED ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആം ആദ്മി പാർട്ടിയുടെ ഹർജി അടിയന്തരമായി പരിഗണിക്കാം എന്ന നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും ആ കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും കോടതി സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. കെജ്രിവാളിന് 2 മണിക്ക് റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. EDയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. അതാണ് നമുക്ക് കിട്ടുന്ന വിവരം. K. കവിതയ്ക്കൊപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെയും ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ പോകുന്നത്. ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയാണ് ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചിൽ ഉന്നയിക്കാനുള്ള നിർദ്ദേശം നൽകിയതും. രാധാകൃഷ്ണൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. നമുക്കൊപ്പം ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്ന് നിതിൻ അബൂജൻ ചേരുന്നുണ്ട്. നിതിൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുകയാണല്ലോ. സ്വാഭാവികമായും കോടതിയിൽ ED ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായിരിക്കും ആവശ്യപ്പെടുക. K. കവിതയ്ക്കൊപ്പം ഇരുത്തി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ED വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് നിതിൻ? എന്തായിരിക്കും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർ നീക്കങ്ങൾ? K. കവിതയ്ക്കൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം ED സംഘത്തിന്റെ ഭാഗത്തും നടക്കുന്നുണ്ട്. കാരണം K. കവിത നേരത്തെ നൽകിയ മൊഴി അതെല്ലാം തന്നെ അരവിന്ദ് കെജ്രിവാളിന് എതിരായിരുന്നു എന്നാണ് ED സംഘം നേരത്തെ നൽകിയ വിവരം. ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല K. കവിത നേരത്തെ പല ഘട്ടങ്ങളായി ഡൽഹിയിൽ വന്നത് ഈ കരാറുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിലെത്താനായിരുന്നു. അത്തരം ചില വിവരങ്ങളും ED സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വിശദമായ ഒരു ചോദ്യശേഷം മാത്രമേ ഈ ഒരു കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുമിച്ചെടുത്തൊരു ചോദ്യം ചെയ്യലിലേക്കാണ് ഇപ്പോൾ ED സംഘം നോക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, CBI സംഘം അല്പസമയം തന്നെ ഇവിടെ ഇപ്പോൾ ED ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം നേരത്തെ ഡൽഹി ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടായിരുന്നു ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന ഒരു കാര്യം വ്യക്തമാക്കിയത്. അതിനുശേഷം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയായിരുന്നു CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ CBI അന്വേഷണം ഏതാണ്ട് 2022 ജൂലൈ 22-നാണ് ഗവർണർ ശുപാർശ ചെയ്തത്. അതിനുശേഷം പിന്നീട് CBI അന്വേഷണം ആരംഭിക്കുകയും പിന്നീട് ഈ കേസിൽ ED കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പോൾ ഈ CBIന്റെ അന്വേഷണവും മുന്നോട്ട് പോകുന്നുണ്ട്. നേരത്തെ CBI സംഘം കവിതയും ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അടക്കം ചോദ്യം ചെയ്യാനായി CBI സംഘം ഇപ്പോൾ ED ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഏജൻസികളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു അന്വേഷണത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കാൻ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യൽ നടപടികളാണ് ഇപ്പോൾ ഇവിടെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. ഇന്നലെ രാത്രി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് എത്തിച്ചു. അതിനുശേഷം വൈദ്യ പരിശോധന നടത്തി. ഇന്ന് രാവിലെ കൂടുതൽ അന്വേഷണ സംഘം എല്ലാം തന്നെ ഇവിടെ എത്തി അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാകും കോടതിയിലേക്ക് ഹാജരാക്കുക. അതിന് മുന്നോടിയായി തന്നെ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു നീക്കം ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്ത് തെളിവുകൾ ശേഖരിക്കാൻ സമാനമായ രീതിയിൽ തന്നെയാണല്ലോ നിതിൻ K. കവിതയും അറസ്റ്റ് ചെയ്തത്. മണിക്കൂറുകൾ നീണ്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ, അതിന് തൊട്ടു പിന്നാലെ നാടകീയമായ അറസ്റ്റ്, അങ്ങനെയാണ് സംഭവിച്ചത്. K. കവിതയ്ക്ക് ഈ സംഭവവുമായി, ഡൽഹി മദ്യനയ അഴിമതിയുമായി എന്ത് ബന്ധം എന്നൊക്കെ ആ സമയത്ത് ചോദിച്ചിരുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്ന ചോദ്യവും എന്ത് തെളിവാണ് കൈവശമുള്ളതെന്നാണ്. ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഈ തെളിവുകൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഹാജരാക്കേണ്ടി വരും. അറസ്റ്റ് തടയണമെന്ന ആവശ്യം തള്ളിയ ഡൽഹി ഹൈക്കോടതി തീരുമാനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. आम आदमी पार्टी के सभी नेता, सभी कार्यकर्ता
അതിഷി സംസാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ബൽറാം നെടുങ്ങാടിയിലേക്ക് പോകാം. ബൽറാം, ആം ആദ്മി പാർട്ടി ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങളെ കുറിച്ചാണ് ആലോചിക്കുന്നത്? ഇപ്പോൾ കോടതി പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി പ്രതിഷേധിക്കുകയാണ്. ഡൽഹിയുടെ ഭരണം അരവിന്ദ് കെജ്രിവാൾ തന്നെ നടത്തും, ജയിലിൽ നിന്നാണെങ്കിലും എന്ന ഒരു നിലപാട് പാർട്ടി നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട്. ഏത് സ്വഭാവത്തിലായിരിക്കും ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം വരും മണിക്കൂറുകളിൽ? ഗോപികൃഷ്ണൻ, ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം പോലീസിന്റെ എല്ലാ നിയന്ത്രണങ്ങളെയും മറികടന്നുകൊണ്ട് ഇപ്പോൾ ഡൽഹിയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ട്രാഫിക് ജംഗ്ഷനായ ITOയിൽ നടക്കുന്നു. ITOയിൽ സമരത്തിന് നേതൃത്വം നൽകാൻ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ മന്ത്രിമാർ, പഞ്ചാബിലെ മന്ത്രിമാർ അടക്കമുള്ളവർ ഉണ്ട്. ഡൽഹി മന്ത്രിമാരായ സൗരഭ് ഭരദ്വാജ്, അതിഷി അടക്കമുള്ളവരാണ് ഈ പ്രതിഷേധിക്കുന്നതിനായി ഈ റോഡിൽ എത്തി റോഡിന് നടുവിൽ കുത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ മന്ത്രി സൗരഭ് ഭരദ്വാജ് അടക്കമുള്ളവരെ പോലീസ് ഇവിടെ നിന്നും മാറ്റാൻ ശ്രമിക്കുകയാണ്. റോഡിൽ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഈ ഡൽഹിയിലെ ITOയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രതിഷേധങ്ങളെ പോലീസ് മറികടക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ നിരവധി പ്രവർത്തകർ പാർട്ടി ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്ത് എത്തിയ പ്രവർത്തകർ അവിടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതിന് ശേഷമാണ് ഇപ്പോൾ അവിടെ നിന്നും ദിഷിയുടെ നേതൃത്വത്തിൽ മാർച്ച് ചെയ്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മന്ത്രി സൗരഭ് ഭരദ്വാജിനെ ഉൾപ്പെടെ റോഡിൽ വലിച്ച് കൊണ്ടുപോയി പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നു, അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ആം ആദ്മി പാർട്ടി നേതൃത്വത്തിലുള്ള പ്രതിഷേധം, ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. മന്ത്രി സൗരഭ് ഭരദ്വാജിനെ അടക്കമുള്ളവരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്, ഇവിടെ നിന്നും മാറ്റിയിരിക്കുന്നു. അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് ആം ആദ്മി പാർട്ടി ഈ കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ഡൽഹിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ITOയിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ, മന്ത്രിമാരുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ നടന്നത്. മന്ത്രിമാർ അടക്കമുള്ളവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരിക്കുകയാണ്. പലയിടങ്ങളിലായി പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കമാണ്, ആഹ്വാനമാണ് ആം ആദ്മി പാർട്ടി നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ എല്ലായിടത്തും തന്നെ ആപ്പ് പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങാനുള്ള ആഹ്വാനം നൽകിയിരിക്കുന്നു. BJP ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധിക്കാനുള്ള ആഹ്വാനം നൽകിയിരിക്കുന്നു. ഇത് ഏറ്റെടുത്തുകൊണ്ടാണ് ആപ്പ് പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നത്. ഡൽഹിയിലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് നടത്തുന്നത്. പ്രത്യേകിച്ചും നമുക്ക് ഡൽഹിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടങ്ങളിൽ എല്ലാം തന്നെ ഇപ്പോഴും ഈ പ്രതിഷേധക്കാരെ മാറ്റാൻ കഴിയുന്നില്ല. അതിഷിയുടെ നേതൃത്വത്തിൽ വനിതാ പ്രവർത്തകരടക്കമുള്ള പ്രതിഷേധക്കാർ ഇപ്പോഴും പോലീസ് ബലം പ്രയോഗിച്ച് ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മന്ത്രി അതിഷിയെയും പ്രതിഷേധം പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ മന്ത്രി അതിഷിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ITOയിൽ ഇപ്പോഴും റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. ഗോപികൃഷ്ണൻ, മന്ത്രിമാരായ സൗരവ് ഭരദ്വാജ്, അതിഷി എന്നിവർ കുത്തിയിരുന്നു കൊണ്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. രാജ്യമെമ്പാടും ആം ആദ്മി പാർട്ടി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി മന്ത്രിമാർ അറസ്റ്റിലായിരിക്കുന്നു. പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പോലീസ് സൗരഭ് ഭരദ്വാജിനെ പോലെയുള്ള ആം ആദ്മി പാർട്ടി മന്ത്രിയെ റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ടാണ് പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയത്. അതിഷി ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധം കനപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. അതിൻ്റെ
അത് ഏത് തരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ തെരുവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിരോധനാജ്ഞ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും പിരിഞ്ഞു പോകാൻ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തയ്യാറായിട്ടില്ല. അവർ അവിടെ ശക്തമായ പ്രതിഷേധം തീർത്തുകൊണ്ട് ജനാധിപത്യ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ശക്തിപ്പെടുത്തിയിരിക്കുന്നു. അവരെ ബലം പ്രയോഗിച്ച് പോലീസ് വാഹനങ്ങളിലേക്ക് കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിഷേധം നഗരമധ്യത്തിൽ അവർ കുത്തിയിരുന്ന് സമരം നടത്തുന്നതാണ്. അതിഷി അടക്കമുള്ള മന്ത്രിമാർ ITOയിൽ നടത്തുന്ന പ്രതിഷേധം ഇപ്പോൾ പോലീസ് എത്തി അവരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയിലെ മന്ത്രിമാർ അറസ്റ്റിലാകുന്നു. അതിഷി അടക്കമുള്ളവരെ പോലീസ് തൂക്കിയെടുത്ത് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. സുപ്രീം കോടതി അടിയന്തരമായി ആം ആദ്മി പാർട്ടിയുടെ ഹർജി പരിഗണിക്കാൻ പോവുകയാണ്. ആ ഹർജിയിൽ എന്ത് തീർപ്പുണ്ടാകുന്നു എന്നത് ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനെയും സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഡൽഹി മുഖ്യമന്ത്രി കൂടി ഈ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി ജയിലിൽ പോകുന്ന സാഹചര്യം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അത് അങ്ങേയറ്റം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവരെ പ്രതിരോധത്തിലാക്കും ഒരു ഭാഗത്ത്. അതേസമയം തന്നെ BJPയെ സംബന്ധിച്ചും ഇത് വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാക്കും. ആർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ഉണ്ട്. കോടതി പരിസരത്താണ് ആർക്കെ ഉള്ളത്. ആർക്കെ, കോടതി പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ട്. അതോടൊപ്പം ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായി തന്നെ ആ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ഗോപി, ഏറ്റവും ശക്തമായിട്ട് കോടതി ഓഫീസ്, BJPയുടെ ഓഫീസ്, റോസവന്യ കോടതി, ഇതെല്ലാം മീറ്ററുകൾക്ക് അകലെ മാത്രം ആണ് ഉള്ളത്. അതുകൊണ്ട് ഒരേ നിരയിലുള്ള ഓഫീസുകൾ ആയതുകൊണ്ട് തന്നെ ഇവ ഈ മേഖലകൾ സംഭരിച്ച് എത്തുന്ന പ്രവർത്തകരുടെ എണ്ണം വളരെ വലുതാണ്. ഒരുപക്ഷെ ഈ പോലീസ് കരുതിയിരുന്ന രീതിയിൽ ഒരുമിച്ച് എത്തുന്ന ഒരു സമീപനമായിരുന്നില്ല അവർ സ്വീകരിച്ചത്. പലയിടങ്ങളിലും തങ്ങി നിന്നതിന് ശേഷം സമയമായപ്പോഴേക്കും ഈ ITO മേഖലയിലേക്ക് വന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഡൽഹിയിൽ ഈ ITO എന്ന മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഡൽഹിയിലെ എല്ലാ ഇടങ്ങളിലേക്കും ഈ വാഹനമൊക്കെ പോകുന്ന തിരിച്ചുവിടുന്നതിലും ഒക്കെ ഈ ITO കേന്ദ്രീകരിച്ചിട്ടാണ് ഈ നടപടികളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ITOയിൽ പ്രതിഷേധം ശക്തമായാൽ ഒരുപക്ഷെ ഡൽഹിയിലെ എല്ലായിടങ്ങളിലും ഈ വാഹന ഗതാഗതം അടക്കം സ്തംഭിക്കുന്ന വിധത്തിലേക്ക് എത്തും. ഈ പ്രതിഷേധം ആ രീതിയിൽ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആം ആദ്മി ഉദ്ദേശിച്ചതുപോലെ സാധിക്കും. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് പ്രവർത്തകർ എത്താതിരിക്കുക, മാധ്യമങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കാതിരിക്കുക എന്ന ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെയെല്ലാം ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇവിടേക്ക് എത്താനാണ് നിരവധി പ്രവർത്തകർക്ക് ഇതുവഴി സാധിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകർക്ക് ഇവിടേക്ക് എത്താൻ സാധിച്ചു. വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അവർ ഉയർത്തുന്നു. അരവിന്ദ് കെജ്രിവാളിനെ വിട്ടയക്കണം, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണ് തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് പലയിടങ്ങളിലും ഈ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് തുടർച്ച എന്ന രീതിയിൽ തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ വീണ്ടും ഇവിടേക്ക് എത്തുന്നു, സമരം ചെയ്യുന്നു, അവർ അറസ്റ്റ് വരിക്കുന്നു എന്ന വിധത്തിലേക്കാണ്. ഓരോ സമയത്തും ഒരു വിഭാഗത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോൾ പല മേഖലകളിലും തമ്പടിച്ച് നിൽക്കുന്ന മറ്റൊരു വിഭാഗം പ്ലക്കാർഡുകളുമായിട്ട് ഇവിടേക്ക് എത്തുകയും സമരം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരെ ആ വിധത്തിൽ ഇവിടേക്ക് എത്തിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ വാഹന ഗതാഗത കുരുക്ക് ഡൽഹി നഗരത്തിലേക്ക് പ്രവേശിക്കാൻ ആയിട്ട് കാത്തു കിടക്കുന്ന വാഹനങ്ങളുടെ ഒരു വലിയ നിര ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഡൽഹിയെ സ്തംഭിപ്പിക്കുന്ന വിധത്തിലേക്ക്, നഗരത്തെ സ്തംഭിപ്പിക്കുന്ന വിധത്തിലേക്ക് ഈ പ്രതിഷേധം എത്തുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. ഇപ്പോഴും ഈ റോസവന്യ കോടതി പരിസരത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. സാധാരണഗതിയിൽ ഈ കോടതി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ആ കോടതിയുടെ ക്യാമ്പസിലേക്ക് കടത്തുന്നതാണ്. പക്ഷേ ഇന്ന് അതിന് അനുവാദം ഇല്ല. കോടതിയുടെ പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്തുന്ന ആളുകൾക്ക് പോലും പലർക്കും ആ മേഖലയിലേക്ക് കടക്കാനായി സാധിക്കുന്നില്ല. ഇതിന് പോലീസ് പറയുന്ന ഒരു ന്യായം ആ കോടതി MP MLA കോടതിയാണ്, അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടെത്തുന്നവർക്ക് മാത്രം അങ്ങോട്ട് പ്രവേശനം നൽകിയാൽ മതി എന്നാണ്. എന്തായാലും ആ മേഖലയിലേക്ക് ആർക്കും കടക്കാൻ സാധിക്കുന്നില്ല. നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നു. വളരെ ശക്തമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ
ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ, കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു വിധത്തിലുള്ള ഇടപെടലും അഥവാ പ്രതിഷേധ പ്രകടനങ്ങളും ഒന്നും ഉണ്ടാകരുതും എന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഗോപി, ആം ആദ്മി പാർട്ടി മന്ത്രിമാരടക്കം അറസ്റ്റിലായിരിക്കുന്നു. പ്രതിഷേധം കത്തിപ്പടരുകയാണ് ഡൽഹി തെരുവുകളിൽ.